Hello dear students, let's move to next topic, accounting for electricity companies. Okay. അപ്പോൾ എന്താണ് പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിംഗ് എന്നും അതേപോലെ എന്താണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിങ്ങിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി കമ്പനീസിന് സെപ്പറേറ്റ് അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നത്? വേറെ ഒന്നുമല്ല, മറ്റ് പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിങ്സിൽ നിന്നും വ്യത്യസ്തമായുള്ള ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഇലക്ട്രിസിറ്റി കമ്പനീസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ അക്കൗണ്ടിങ് സെപ്പറേറ്റ് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഇലക്ട്രിസിറ്റി കമ്പനീസ് ആർ പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിംഗ് ആസ് റെഗുലർ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി അറ്റ് ലോ റേറ്റ്സ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. Then a new act, the Electricity Act 2003 was enacted by replacing the various legislation that was governed the Indian power sector. നമ്മുടെ ഇന്ത്യൻ പവർ സെക്ടറിനെ ഗവേൺ ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി ലെജിസ്ലേഷൻസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇനാക്ട് ചെയ്യപ്പെട്ട ആക്റ്റാണ് ഇലക്ട്രിസിറ്റി ആക്ട് 2003 എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി ആക്ട് 2003 ആണ്. ഇലക്ട്രിസിറ്റി ആക്ട് 2003യുടെ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിസിറ്റി കമ്പനീസ് ആക്ടിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡീൽ വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രേഡിംഗ് ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ദെൻ every electric supply company shall prepare its accounts to 31st March and shall render them to state government within 6 months. Okay, 31st മാർച്ചിന് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയും അത് 6 മാസത്തിനകം സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ദെൻ നമുക്ക് പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് 2003 ആണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നതെങ്കിലും ഇലക്ട്രിസിറ്റി ആക്ട് 2003 നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ദ കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 പ്രിസ്ക്രൈബ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടു ബി പ്രിപ്പയർഡ് ബൈ എവറി കമ്പനീസ്. എല്ലാ കമ്പനീസും പ്രിപ്പയർ ചെയ്യേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മുടെ കമ്പനീസ് ആക്ട് 2013ന്റെ ഷെഡ്യൂൾ 3 പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് 2003 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നില്ലെങ്കിലും ഇലക്ട്രിസിറ്റി കമ്പനീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നില്ലെങ്കിലും നമ്മുടെ കമ്പനീസ് ആക്ട് 2013 അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എല്ലാ കമ്പനീസും ഫോളോ ചെയ്യേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം എന്ന് കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഇലക്ട്രിസിറ്റി കമ്പനീസ് മറ്റ് പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൻ്റെ അക്കൗണ്ടിങ് പഠിക്കേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഉള്ളത് കൊണ്ടാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ആണ് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഇൻ ദ 6th and 7th ഷെഡ്യൂൾ ഓഫ് ദി ഇലക്ട്രിസിറ്റി ആക്ട്. ഓക്കെ, 6th and 7th ഷെഡ്യൂൾ, ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ 6th and 7th ഷെഡ്യൂളായിട്ട് പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ പ്രൊവിഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻസിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് നോക്കാം ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന്. അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് റേറ്റ്സ്, ക്ലിയർ പ്രോഫിറ്റ്, റീസണബിൾ റിട്ടേൺ, ക്യാപിറ്റൽ ബേസ്, ഡിസ്പോസൽ ഓഫ് എക്സസ്, clear profit, contingencies reserve, development reserve, depreciation, the last one service connections. Okay, these are the various financial provisions in the 6th and 7th schedule of the Electricity Act. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കമ്പ്യൂട്ടേഷൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ ഐറ്റംസ്. നമ്മൾ ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന പ്രൊവിഷൻസും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഈ പേരുകളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, ഒന്ന് മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രൊഡക്ഷനിൽ ഞാനിതൊന്ന് പറഞ്ഞത്. അപ്പോൾ ഓർത്തിരിക്കുക, ഫിനാൻഷ്യൽ പ്രൊവിഷൻസ്, ക്യാപിറ്റൽ ബേസ്, റീസണബിൾ റിട്ടേൺ, ഡിസ്പോസൽ ഓഫ് എക്സസ്, ക്ലിയർ പ്രോഫിറ്റ്, അതൊക്കെ നമുക്ക് ഇനി പ്രത്യേകം പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി കമ്പനി എന്നും അതേപോലെ അതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ തന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഓരോ ഫിനാൻഷ്യൽ പ്രൊവിഷൻസും സെപ്പറേറ്റ് ഇനി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.